നമുക്കൊപ്പം മാടസ്വാമി ചേരുന്നുണ്ട്. അദ്ദേഹം ചൂരൽമല സ്കൂൾ റോഡിലായിരുന്നു താമസം. ദുരന്ത സമയത്ത് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ്. അതിനകത്ത് അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് അന്ന് ഉണ്ടായ പരിക്ക്? ഫസ്റ്റ് പൊട്ടില് മരങ്ങളൊക്കെ വന്ന് അടി കിടക്കാം സൈഡിൽ ഒരാൾ കയ്യെ പൊന്തിക്കുന്നുണ്ട്. ഇരുട്ടത്ത് കറണ്ട് പോയി. അപ്പോൾ ഞങ്ങൾ എന്താക്കി ഓടി വന്ന് ബേക്കിൽ വെള്ളം ഇടിഞ്ഞു പോയി. എൻ്റെ മകൻ വാൽ തുറന്നപ്പോൾ പിന്നെ അങ്ങനെ തുറക്കാൻ പറ്റില്ല. പകുതി പോയി വീട് ഫ്രണ്ടിൽ ഞങ്ങൾ എന്താക്കി വാൽ തുറന്നപ്പോൾ വന്ന് അടിച്ച് കണ്ണു മൂത്തിയൊക്കെ എല്ലാം അടിച്ച്. പിന്നെ എനിക്ക് നടക്കാൻ വയ്യ. പിന്നെ ചളിയെല്ലാം വന്നിട്ട് എന്നിട്ട് പിന്നെ എൻ്റെ മകനും പേരക്കുട്ടിയാണ് എന്നെ മേലെ കൊണ്ടുപോയി പപ്പനാവിൻ്റെ പറമ്പ് പോയിട്ടാണ് നേരെ വിളിക്കുന്നവരെ നനഞ്ഞു നിന്ന് അങ്ങനെ കേമ്പിൽ വന്ന് കൊണ്ടുപോയി. കേമ്പിൽ തന്നെയാണ് എൻ്റെ ചികിത്സ ഉണ്ടായത്. ഒഴിഞ്ഞിട്ടും മിംസിലെ കൊണ്ടുപോയി സുഖമില്ലാതായി അങ്ങനെ ഒരുമാതിരി ആയപ്പോൾ പിന്നെ സോയലിൽ പോയി കുറച്ച് ദിവസം നിന്ന് ഒരു മാസം. പിന്നെ മുണ്ടേരിയിൽ പോയിട്ടാണ് 2 കൊല്ലം നിന്നിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ 2 വർഷമായിട്ട് ഈ കാലിന്റെ ചികിത്സ നടക്കുന്നുണ്ടല്ലേ? അതെ അതെ. കുറഞ്ഞോ? കുറവുണ്ട്. എന്നാലും ഇത് ചിലപ്പോൾ ഇതാകുമ്പോഴേ ഭയങ്കര വേദനയാണ്. കാലം നടക്കാൻ പറ്റില്ല. പിന്നെ വാറ്റിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അതിനും കോഴിക്കോട് പോയിട്ട് മരുന്ന് വാങ്ങി കഴിക്കുന്നുണ്ട്. മറ്റു ജോലിക്കൊന്നും അപ്പൊ പോകാൻ കഴിയില്ല. ഒന്നും കഴിയില്ല. ദുരന്തത്തിന്റെ ഒരു ബാക്കി പത്രമാണ് അദ്ദേഹത്തിന്റെ ഈ കാൽമുട്ടിലെ വലിയ പരിക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചികിത്സ തുടരുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് KC ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.